സുജയ പാർവതിയെ എല്ലാവർക്കും അറിയാം. നിലപാടിൻ്റെ രാജകുമാരി, മുഖം നോക്കാതെ സത്യങ്ങൾ വിളിച്ചു പറയാൻ കഴിവുള്ളവൾ. സുജയ പാർവതിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്ക് ഈ വാർത്തകളിൽ കണ്ടുള്ള സുജയ പാർവതിയെ മാത്രമേ അറിയൂ. ഇതാണ് സുജയ പാർവതിയുടെ കുടുംബം. ഭർത്താവും 2 പെൺകുഞ്ഞുങ്ങളും. സുജയ പാർവതിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് സുജയ പാർവതിയുടെ അമ്മ മരണപ്പെടുന്നത്. അച്ഛനാണ് സുജയ പാർവതിയെ വളർത്തിയത്. അച്ഛൻ മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ പൊന്നുമോളെ സംരക്ഷിച്ച് വളർത്തി. കൃഷിക്കാരനായിരുന്നു സുജയയുടെ അച്ഛൻ. മകൾക്ക് നല്ല ഭക്ഷണം പാകം ചെയ്തു നൽകി. അച്ഛനും മോളും മാത്രമുള്ള ഒരു ജീവിതമായിരുന്നു അത്. അച്ഛൻ കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോൾ മോളെ കൊണ്ട് ഉച്ചത്തിൽ പുസ്തകം വായിപ്പിക്കും. ഭാഷയൊക്കെ നല്ലപോലെ ഉച്ചരിക്കാൻ പഠിപ്പിച്ചു. അമ്മയില്ല എന്ന വേദനയുള്ളപ്പോഴും അച്ഛൻ കൂടെയുണ്ട് എന്നതിൽ അവൾ ആശ്വസിച്ച് ജീവിച്ചു. ഇല്ലാത്തതിനെപ്പറ്റി അവൾ ചിന്തിക്കാറില്ല. ചുറ്റുമുള്ള ആളുകളെ ചിരിപ്പിക്കണമെന്ന് വിചാരിക്കും. കാരണം അതാണ് മറ്റുള്ളവർക്ക് നമ്മൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാണ് മാധ്യമപ്രവർത്തക ആകണമെന്ന് സുജയ പാർവതി തീരുമാനിച്ചത്. ദൂരദർശനിൽ വീട്ടുവിശേഷം എന്ന പ്രോഗ്രാമിലാണ് ആദ്യമായി മിനി സ്ക്രീനിൽ വരുന്നത്. പിന്നെ കൈരളി പീപ്പിൾ ന്യൂസ് ചാനലിൽ ട്രെയിനിയായി കയറി. പടിപടിയായി വളരുകയായിരുന്നു. അവിടെ നിന്നും ജീവൻ TV, ഡൽഹിയിൽ ജോലി. റിപ്പോർട്ടർ എന്ന ചാനൽ നികേഷ് തുടങ്ങിയപ്പോൾ അവിടെ ജോലി. പിന്നീട് കല്യാണം കഴിഞ്ഞു, കുഞ്ഞായി. അങ്ങനെ കൈക്കുഞ്ഞുമായാണ് ഏഷ്യാനെറ്റിൻ്റെ ആദ്യ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ നിന്ന് ശ്രീകണ്ഠൻ നായർ 24ലേക്ക് വിളിക്കുന്നു. 24ൽ കുറച്ചു കാലം പ്രവർത്തിച്ചു. അതിനുശേഷം മുഖം മിനുക്കിയ റിപ്പോർട്ടറിൽ വീണ്ടും ചേരുന്നു. കഠിനാധ്വാനം ചെയ്താൽ ആർക്കും വളരുവാൻ കഴിയും എന്നാണ് സുജയ പറയുന്നത്. ജനിച്ചത് പത്തനംതിട്ടയിലും വളർന്നത് കോട്ടയത്തുമാണ്. മധ്യ തിരുവിതാംകൂറിൻ്റെ പുത്രി. പത്രം വായന, പുസ്തക വായന എല്ലായിരുന്നു ചെറുപ്പകാലത്തെ ഹോബികൾ. അച്ഛനാണ് ഏറ്റവും വലിയ സപ്പോർട്ടർ. ഇപ്പോൾ അച്ഛനില്ല എങ്കിലും അച്ഛനെക്കുറിച്ച് എപ്പോഴും സുജയ പറയാറുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമിലെ നിലപാടിലെ രാജകുമാരിയാണ് സുജയ പാർവതി. ഉമ്മൻചാണ്ടിയെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ പൊട്ടിക്കരഞ്ഞ സുജയ. സുജയ ഒറിജിനലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഫേക്ക് മുഖം കാണിക്കാറില്ല. രാഷ്ട്രീയം ഏതായാലും ഒരാൾ അവരായിരിക്കുന്നതല്ലേ ഒരു മനുഷ്യന് ഉചിതം. പലപ്പോഴും സുജയ സെൻസിറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവർ വേദന പറയുമ്പോൾ കരയുന്ന സുജയ. പ്രിയപ്പെട്ടവരെ, സുജയയുടെ പോളിസി എന്തില്ല എന്ന് പറഞ്ഞ് കരയാതെ എന്തുണ്ട് എന്നുള്ളതിൽ സന്തോഷിക്കുന്ന ആളാണ് സുജയ. പ്രിയപ്പെട്ടവരെ, നെഗറ്റിവിറ്റിക്ക് അധികം ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ് താനെന്ന് ടെലിവിഷൻ വാർത്താ അവതാരക സുജയ പാർവതി പറഞ്ഞിട്ടുണ്ട്. എന്താണോ മുൻപിലുള്ളത് അതിനെ പോസിറ്റീവായി കണ്ട് അതിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ആളാണ് സുജയ. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നാം എന്തില്ല എന്ന് പറഞ്ഞ് കരയാറുണ്ട്. എന്നാൽ ആ ഒരു നെഗറ്റീവ് ചിന്തകളെ മാറ്റി നാം ഉള്ളതിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പോസിറ്റീവ് ജീവിതം നയിക്കാൻ കഴിയും. ഇതെഴുതിയത് ജെറി പൂവക്കാല എന്നയാളാണ്. സുജയയുടെ ജീവിതവും നമുക്കൊരു മാതൃകയാണ്. എന്തില്ല എന്നതിൽ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഉള്ളതിനെ കണ്ടെത്തി സന്തോഷിച്ച് നമുക്കുള്ള കഴിവെന്താണോ അത് സത്യത്തിൻ്റെ നീതിയിൽ, സത്യത്തിൻ്റെ പാതയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാം ജീവിക്കാൻ നമുക്കും സാധിക്കട്ടെ.